പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. പൂഴിത്തോട് റോഡിന്റെ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ്. ഇതിൽ 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിൽ 10 ലക്ഷം രാഹുൽ MLA ഫണ്ടിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോഴെന്തായാലും ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് വളരെ ചെറിയ റോഡാണ്, പക്ഷേ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തെ എടുത്തുയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത് വ്യായിലെ പൂഴിത്തോട് എന്ന് പറഞ്ഞ വാർഡ് മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി ദുർഗമാണ്. ഇവിടെ രാഹുലിനെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് അറിയുമെന്നാണ് ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ രാഹുലിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഏറെ നേരം ഈ നടത്തപ്പെടുത്തി ഏതാണ്ട് 15 മിനിറ്റോളം കാറ് തടഞ്ഞു വെക്കുകയും കാറിലേക്ക് ഡിവൈഎഫ്ഐയുടെ പതാകയും അതോടൊപ്പം തന്നെ കരിങ്കൊടിയും എടുത്തെറിയുകയും ചെയ്തിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. താൻ പുറത്തിറങ്ങാണെന്ന ലീഗ് പ്രവർത്തകരോട് പറയുകയും ലീഗ് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോഴെന്തായാലും ഇനി ശിലാഫലകത്തിന്റെ ജില്ലയിലേക്കും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വന്നിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ റോഡിന്റെ ശിലാഫലകം ഈ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ഒരു ചെറിയ ഇപ്പൊ എന്തായാലും ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായി രാഹുൽ പോവുകയാണ്. രാഹുൽ ഈ വിവാദങ്ങൾക്ക് ശേഷം, ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു പൊതുപരിപാടിയിലേക്ക് ഈ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയിലേക്ക് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ്. എന്തായാലും ആ പരിപാടിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം, രാഹുലിന്റെ വാഹനം ഏറെ നേരം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. എന്തായാലും ആ പ്രതിഷേധത്തിനിടയിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. രാഹുൽ പുറത്തു വന്ന ഓഡിയോ സംഭാഷണം താങ്കളുടേതാണോ എന്നുള്ള ചോദ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്.